യെസ് നോക്കാം. പിന്നെ ഇഞ്ചക്ഷൻ ഒന്നും കൊടുക്കില്ലേ? ട്രിപ്പ് തീരുമ്പോഴേക്കും കണ്ണ് തുറക്കും. പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ ഇഞ്ചക്ഷൻ മെഡിസിൻ കൊടുത്താൽ മതി. ശരി സർ. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട സാറേ. എന്റെ മോക്കൊരു കുഴപ്പമില്ലെന്ന് കേട്ടാ മതി. അവള് പാവമാണ് സാറേ. സാറേ, എങ്ങനെയുണ്ട് സാറേ അവക്ക്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാതെ ഒരിടത്ത് അടച്ചുപൂട്ടി കിടന്നതിന്റെ ക്ഷീണവും തളർച്ചയൊക്കെയാണ്. എനിവേ കുറച്ച് കഴിയുമ്പോൾ മോള് ബോധത്തിലേക്ക് വരും. സർ, CI സാറിനോട് എന്താ പറയേണ്ടത്? അപകടാവസ്ഥ ഒന്നുമില്ലെന്ന് പറഞ്ഞേക്കോ. സാറേ, എനിക്ക് മോളെ ഒന്ന് കയറി കാണാൻ പറ്റൂ? അല്പം കഴിയട്ടെ. നേഴ്സ് നിങ്ങളെ വിളിക്കും. അപ്പം നിങ്ങൾ കയറി കണ്ടോളൂ. ശരി. ഇപ്പൊ സമാധാനമായല്ലോ? എന്ത് സമാധാനമോ സാറേ. പെൺകുട്ടികൾ ജനിച്ചു കഴിയുമ്പോ തന്നെ അച്ഛന്മാരുടെ സമാധാനം തീർന്നില്ലേ? പഞ്ചപാവമായിരുന്നു സാറേ. അതിനോടായി ദുഷ്ടത്തരം കാണിക്കുന്നത്. അത് കൊല്ലാൻ തന്നെ ആയിരുന്നില്ലേ? കൊല്ലാനായിരുന്നെങ്കിൽ എനിക്ക് അവൾ ആ വണ്ടിക്കകത്ത് കിടത്തി ഈ നാട് മുഴുവനും പ്രദക്ഷിണം വയ്പ്പിക്കണമായിരുന്നു. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ആലോചിച്ചൂടായിരുന്നോ നിങ്ങൾക്ക്? അല്ലയാ, ഈ ബുദ്ധിയുള്ള ക്രിമിനൽസ് രക്ഷപ്പെടാനുള്ള സകല മാർഗങ്ങളും ചെയ്യും. പക്ഷേ ഇവിടെ അതിബുദ്ധി ചതിച്ചു. ഇതൊക്കെ അഴി എണ്ണിയിരിക്കുമ്പോ പഠിച്ചോളൂ. എടാ, മമ്മി ഇത്രയും കോൺഫിഡൻസോടെ പറയല്ലേ? ഏട്ടാ, മമ്മി ആരോ ചതിച്ചതാ. അമ്മയെ ചതിക്കാനോ? അങ്ങനെയുള്ളവരാരും ഈ ഭൂമുഖത്ത് പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയും ക്രൂരതയുള്ള ഒരാളെ ചതിക്കണമെങ്കിൽ ഇതിനേക്കാൾ കൂടി ഒരാൾ വരണമല്ലോ. അതെ, ഒരിക്കലും ഉണ്ടാവില്ല. സൂര്യ, ഇങ്ങനെയൊരു നീചപ്രവൃത്തി അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. പത്മയ്ക്കെതിരെയുള്ള കംപ്ലൈന്റിൽ നീ ഉറച്ചു നിന്ന ഇതിനെക്കുറിച്ച് കൃത്യമായൊരു അന്വേഷണം പോലും നടക്കില്ല. ഇനി എന്ത് അന്വേഷണം നടക്കാനെച്ചാ? കുടുംബത്തിന്റെ അഭിമാനമൊന്നുമല്ല, ഒരു ക്രിമിനലിന്റെ അഭിനയത്തിനാണ് ഇപ്പൊ ഈ കുറ്റത്തിന് കിട്ടുന്ന ശിക്ഷ. ഇതേ ഒരു തെറ്റിന് മാത്രമല്ല, ഇതുവരെ ചെയ്തു കൂട്ടി എല്ലാത്തിനും ആയിരിക്കണം. സൂര്യ, നിർത്താനല്ലേ നിങ്ങളോട് പറഞ്ഞത്? പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലോ ഈ സിറ്റുവേഷന് മുന്നിലോ അല്ല ഞാൻ തോക്കുന്നത്. എനിക്ക് വേണ്ടി നിങ്ങൾ ഇവനോട് റിക്വസ്റ്റ് ചെയ്യുമ്പോഴാ. അവൾ എങ്ങനെയാ ആ വണ്ടിക്കകത്ത് വന്നു എന്ന് എനിക്കറിയില്ല. വീട്ടിൽ നിന്ന് അവളെ ഇറങ്ങിപ്പോയ നിമിഷം മുതൽ ഞാൻ അവളെ കണ്ടിട്ടേയില്ല. ഡിക്കിയിലെ കാഴ്ചയുടെ പേരിൽ എനിക്കെതിരെ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ ശിക്ഷയായിട്ടല്ല, ഇവന്റെ പകയായിട്ട് ഞാൻ കാണും. നിന്റെ പരാതി എത്ര ശക്തമായാലും ഞാൻ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്തിരിക്കും. സ്വയം സംരക്ഷിക്കാൻ എത്ര വലിയ കോട്ട കിട്ടിയാലും നിങ്ങൾ കുറ്റവാളിയാണെന്ന് ഞാനും തെളിയിച്ചിരിക്കും. ഹലോ, എന്തായടോ? ആ കുടുംബം മുഴുവൻ ഇവിടെ ഉണ്ട് സർ. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. അവരുണ്ടല്ലോ, ആ പത്മ, അവരുടെ കാറിന്റെ ഡിക്കിയിൽ നിന്നും ആ പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. ജീവനോടെ? അതെ സർ. അവരെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് അയച്ചിട്ടുണ്ട്. അവരുടെ കണ്ടീഷൻ ഓക്കെ ആണെന്നാണ് പറയുന്നത്. എന്താച്ചാ? ആ പെൺകുട്ടിയുടെ മൊഴിയെടുത്തോ? ഇല്ല സർ. ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയാലേ അങ്ങോട്ട് പോകാൻ പറ്റൂ. അവളുടെ മൊഴിയെടുക്കുമ്പോൾ സൂക്ഷിക്കണം.
അവൾ എന്തു തന്നെ പറഞ്ഞാലും പത്മയാണ് കുറ്റക്കാരിയെന്നേ നിങ്ങൾ എഴുതാവും. അല്ല സർ, അത് ഒരു കാര്യം ഏൽപ്പിച്ച കണ്ണും പൂട്ടിയത് ചെയ്തിട്ട് ഓക്കെ സാർ എന്ന് പറയുന്നതാ എനിക്കിഷ്ടം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ എനിക്ക് ഇടവരരുത്. സർ, അവരുടെ മകൻ ഇപ്പോഴും അമ്മ തന്നെയാണ് കുറ്റവാളി എന്ന പരാതിയിന്മേൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എങ്കിലാ പരാതി ഫോർവേഡ് ചെയ്യ്. അതിനനുസരിച്ച് കുറ്റപത്രം തയ്യാറാക്കി അവളെ ലോക്കപ്പിലിടൂ. എന്നിട്ട് വേണ്ട പ്രൊസീജിയേഴ്സ് എന്താണെന്ന് എനിക്കറിയാമല്ലോ. അത് ചെയ്യാവുന്ന കാര്യമാണ് സർ. അടുത്ത കോൾ എനിക്ക് വരേണ്ടത് പത്മ ലോക്കപ്പിൽ കിടക്കുന്നു എന്നുള്ളതായിരിക്കണം. ശരി സർ. എന്താ അച്ഛാ? പത്മയുടെ കാറിന്റെ ഡിക്കിയിൽ നിന്ന് അവളെ കണ്ടെത്തി. അത് കഴിഞ്ഞ് അവളെ ഹോസ്പിറ്റലാക്കി. ഇനി അവളുടെ മൊഴിയെടുക്കും. അവളുടെ മൊഴി ആ പത്മയ്ക്ക് എതിരാവില്ലല്ലോ. എതിരാവാം, എതിരാവാതിരിക്കും. പക്ഷേ ഇപ്പൊ പോലീസ് കേസെടുത്തിരിക്കുന്നത് സൂര്യയുടെ പരാതിന്മേലാണ്. നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ തന്നെ കൊണ്ടെത്തിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പത്മ ലോക്കപ്പിനുള്ളിലായിരിക്കും. എന്റെ മോളുടെ മുഖത്ത് കരിവാരിത്തേച്ചവന്റെ കുടുംബം പോലീസ് സ്റ്റേഷന്റെ ഉമ്മറത്ത് കിടന്നുറങ്ങണം. അഭിമാനിയായ പത്മ ലോക്കപ്പിലിരുന്നുണ്ണു. എല്ലാം നിന്റെ ജയമാമോളെ. പതുക്കെ പതുക്കെ ഓരോരുത്തരായി പിടികൂടണം. എന്നിട്ട് ഇപ്പൊ കുടുംബത്തിലുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് ഇല്ലാതാക്കണം. എല്ലാം തകർത്ത് കഴിഞ്ഞിട്ട് വേണോ അച്ഛാ എനിക്ക് അങ്ങോട്ടൊന്ന് കയറിച്ചല്ല എന്റെ അമ്മായിയമ്മയോട് കണക്കുകൾ എണ്ണി എണ്ണി ചോദിക്കാൻ. മോളെ, അച്ഛനെപ്പോഴാ വന്ന്? ഇതെവിടെയാ? യതീന്ദ്ര സാറിന്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലാ മോളെ. അവരൊക്കെ പോലീസ് സ്റ്റേഷനിലാ. എന്താ മോളെ നിനക്ക് പറ്റിയത്? നിനക്ക് എന്താ സംഭവിച്ചത്? നിന്നെ ആരാ മോളെ പിടിച്ചോണ്ട് പോയത്? ആരാ മോളെ കെട്ടിപ്പൂട്ടിയിട്ടത്? നിന്നെ പിടിച്ചതും പൂട്ടിയിട്ടതൊന്നും പത്മ മേഡത്തിന്റെ ആൾക്കാരല്ലേ? പത്മ മേഡത്തിന്റെ ആൾക്കാരോ? അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? സൂര്യ സാർ പത്മ മേഡത്തിന്റെ പേരിലെ കേസ് കൊടുത്തിരിക്കുന്നത്.